ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 2 കോഴിമുട്ട ഒന്ന് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ ഹാൻഡ് വിസ്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾ സ്പൂണോ സ്പാച്ചിലോ എന്ത് വെച്ചിട്ടാണേലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 250 ml കപ്പിൽ 2 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കുക. മൈദ നിങ്ങൾ എടുക്കുമ്പം അരിച്ചിട്ടെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കരടൊക്കെ ഉണ്ടാവും. ഞാൻ അരിച്ചിട്ടെടുത്തിട്ടാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. ഇനി നമ്മളിവിടെ മൈദ എടുത്ത അതേ കപ്പിൽ തന്നെ 250 ml കപ്പിൽ തന്നെ 3 കപ്പ് അളവിൽ നമുക്ക് വെള്ളം ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നോർമൽ വാട്ടറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, ചൂടുവെള്ളമൊന്നുമല്ല. ഇനി നമുക്കിത് കട്ട ഒട്ടും ഇല്ലാത്ത രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ കട്ട ഒട്ടും ഇല്ലാത്ത രീതിയിൽ തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മളെ ബാറ്ററിൻ്റെ തിക്നെസ്. ഒരുപാട് അങ്ങോട്ട് തിക്കായിട്ട് ആവരുത്, എന്നാൽ ഒരുപാട് അങ്ങോട്ട് തിന്നായിട്ടും ആവരുത്. ഈ ഒരു രീതിയിലാണ് ബാറ്ററിൻ്റെ തിക്നെസ് ഇരിക്കുന്നത്. ഇപ്പം നമ്മളിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ പത്തിരി ഒന്ന് ചുട്ടെടുക്കാം. പത്തിരിന്നോ ദോശന്നോ എന്ത് വേണേലും പറയാം. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഒരു ടിഷ്യോ അല്ലെങ്കിൽ കോട്ടൻ്റെ തുണി എന്തെങ്കിലും വെച്ചിട്ട് തവയൊന്ന് തുടച്ച് എടുക്കുക. ഇനി നമുക്ക് നമ്മളെ ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു തവി ബാറ്റർ തവയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് പതുക്കെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് ഇത്തിരി നെയ്യൊന്ന് ഇതിന് മുകളിലായിട്ട് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ തവയിൽ ഓയിലൊന്നും ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ടിഷ്യൂ വെച്ച് അങ്ങനെ തുടച്ചെടുത്തതാണ്. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ ഇരുമ്പിൻ്റെ തവയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ സാധാരണ നമ്മൾ ദോശയൊക്കെ ചുട്ടെടുക്കുമല്ലോ, അതുപോലെ ഓയിൽ വെച്ചൊന്ന് ഗ്രീസ് ചെയ്ത് തുടച്ചെടുക്കുക. അതിനുശേഷം ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക. പിന്നെ ഒരു കാര്യം കൂടി, ഞാനിങ്ങനെ ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് പരത്തിയെടുക്കുകയാണ് ഈസിയായി തോന്നുകയാണെങ്കിൽ ആ ഒരു രീതിയിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു വശമായി വന്നിട്ടുണ്ട് കേട്ടോ, റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ മറുവശം കൂടി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പം നമ്മൾ മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ 12 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പം നമ്മളിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറുള്ള 4 കോഴിമുട്ട ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി 250 ml കപ്പിൽ 3/4 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ പഞ്ചസാര ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മെൽറ്റ് ആയിട്ടില്ലെങ്കിൽ വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് 250 ml കപ്പിൽ 2.5 കപ്പ് അളവിൽ പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്, ചൂടുള്ള പാലൊന്നുമല്ല.
ഇനി അരക്കപ്പ് അളവിൽ ചെറുതായി ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഇത് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബേക്കിംഗ് ടിന്നാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുക്കറിൽ ഡയറക്റ്റ് ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെയും തയ്യാറാക്കാം, അല്ലെങ്കിൽ വീട്ടിലുള്ള ഏത് മോഡിലും നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. നമ്മളിപ്പം ബേക്കിംഗ് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തു, നമ്മൾ കേക്കിനൊക്കെ ചെയ്യുമല്ലോ അതുപോലെ ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തു. ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്, വീണ്ടും ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരുപാട് തവണ കാണിച്ചതുകൊണ്ടാണ് വീണ്ടും വീണ്ടും കാണിക്കാത്തത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ റെഡിയാക്കി വെച്ച പത്തിരി ഉണ്ടല്ലോ, ഇതിൽ നിന്ന് ഒന്ന് നമുക്ക് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച എഗ് മിക്സ് ഉണ്ടല്ലോ, എഗ് മിക്സ് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് തവി വെച്ച് ഇളക്കിയെടുത്തിട്ട് നമുക്കിതിന് മുകളിലായിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ മുട്ടയും ക്യാരറ്റും ഉള്ള മിക്സ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഇത്തിരി കിസ്മിസും കാഷ്നട്ടും എടുത്തിട്ടുണ്ട്, റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ എത്രയാണോ അത്ര എടുക്കുക. ഇനി ഇതൊന്നും നിങ്ങൾ ഇതിന് ഓരോ ലെയറിലും ഇട്ട് കൊടുക്കാൻ താല്പര്യമില്ല, കയ്യിലില്ല എന്നാണെങ്കിൽ ഏറ്റവും മുകൾ വശത്ത് മാത്രം ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ലെയറായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നിങ്ങൾ താല്പര്യം പോലെ ചെയ്യുക. നമ്മളിപ്പോൾ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗിക്കും കാണാനൊരു ഭംഗിയൊക്കെ കിട്ടുമല്ലോ ലെയറായി കട്ട് ചെയ്യുമ്പോൾ, അതുകൊണ്ട് കൂടിയാണ് ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വീണ്ടും പറയുകയാണ്, ഓരോ ലെയറിലും ഇട്ട് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിലും നിങ്ങൾ കയ്യിലില്ലെങ്കിൽ ഏറ്റവും മുകളിൽ മാത്രം ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് കിസ്മിസും കാഷ്നട്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ കാഷ്നട്ടും കിസ്മിസും മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. ഒരു പത്തിരി എടുക്കുക, ഇതിന് മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. വീണ്ടും ഇതിന് മുകളിലായിട്ട് നമ്മളെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. നട്ട്സ് ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ പത്തിരി ഒന്ന് വെച്ച് കൊടുക്കുക. ലെയറായിട്ട് ആദ്യം ചെയ്ത് അതുപോലെ തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. ഇനി നമ്മൾ മൊത്തത്തിൽ നമ്മൾ റെഡിയാക്കി വെച്ച പത്തിരി ഉണ്ടല്ലോ, ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ലെയറായിട്ട് മുഴുവനായിട്ട് ചെയ്തെടുക്കുക. മൊത്തത്തിൽ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പം നമ്മൾ മൊത്തത്തിൽ ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് വീണ്ടും ഇത്തിരി കാഷ്നട്ടും കിസ്മിസൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ ഇങ്ങനെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും നിങ്ങളെ കയ്യിലുള്ളത് പോലെ ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ ഇങ്ങനെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായി വെക്കാം. അതിനായിട്ട് നമ്മൾ കുക്കർ 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മളിങ്ങനെ ഒരു ബൗൾ ഇറക്കി വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. വിസിലെടുത്ത് മാറ്റിയിട്ടാണ് കേട്ടോ നമുക്ക് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ തന്നെയാണ് നമ്മൾ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ മോൾഡ് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇറക്കി വെച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുക്കർ നല്ല ചൂടായിട്ടിരിക്കുന്നത് കൊണ്ട് കൈ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ തട്ടിയിട്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വെച്ച് കൊടുക്കുക. ഇനി നമ്മളിത് അടച്ച് വെക്കുക. കണ്ടല്ലോ, വിസിലിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, വിസിൽ നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മണിക്കൂർ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതിപ്പോൾ ഇവിടെ നമ്മൾ വെച്ച് കൊടുത്തിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കറക്റ്റ് കുക്കായിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്ക് സെൻറ്ററിലായിട്ടൊന്ന് കുത്തി നോക്കാം.
കണ്ടല്ലോ, ക്ലീനായി വന്നിട്ടുണ്ട്. ഇതിവിടെ കറക്റ്റ് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇതിൽ നിന്ന് എടുത്ത് മാറ്റി ചൂടാറാനായി വെക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പം നമ്മൾ സ്നാക്ക് മൊത്തത്തിൽ തന്നെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തിന്നായിട്ടൊരു കത്തി വെച്ചിട്ട് അരികുന്നൊക്കെ ഈ ഒരു രീതിയിലൊന്ന് വിടിവിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്കൊന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കാം. ഇനി പതുക്കെ ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്യാം. ഇപ്പം നമ്മൾ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ വശം വരാനായിട്ട് നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. ഇനി നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ പറയുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കണ്ടിട്ട് ഇപ്പോൾ കുറേ പേരൊക്കെ ലൈക്ക് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ പോകുന്നത്. എന്നാലും ലൈക്ക് ചെയ്യാതെ പോകുന്നവരോടാണ് പറയുന്നത്, ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ അടിപൊളി പാൽപ്പത്തിരിയാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. ഇത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനുണ്ട്, എന്നാലും റെഡി ആയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയോട് കൂടി കഴിക്കാൻ പറ്റിയതാണ്. ഒരു ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് ഇങ്ങനെ റെഡിയാക്കാം. ഒരു പാർട്ടി സ്പെഷ്യലായിട്ടും ചെയ്യുക. കുട്ടികൾക്കൊക്കെ ഈ ഒരു രീതിയിൽ, കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈം ആകുമ്പോഴേക്ക് നമുക്ക് ഇങ്ങനെയൊക്കെ റെഡിയാക്കി കൊടുത്താൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കഴിക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അത് നിങ്ങൾ റെഡിയാക്കി കഴിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. എന്തൊക്കെ ചേഞ്ചസ് വരുത്താമെന്ന് ഞാൻ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കുക, റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം. പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ, കാരണം മുട്ട യൂസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് എടുക്കുക. കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് നമ്മളെ പാൽപ്പത്തിരി ഇരിക്കുന്നത്. കണ്ടല്ലോ, നമുക്ക് നന്നായിട്ട് ലെയറായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ഈ ഒരു വശം കൂടി കാണിക്കാം. ഇങ്ങനെയാണ് കേട്ടോ, അടിവശമൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. കണ്ടല്ലോ, നന്നായിട്ട് തന്നെ ലെയറായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഇത് റെഡിയാക്കാനായിട്ട് എനിക്കിവിടെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഹൈറ്റിലാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത്തിരി വൈഡായിട്ടുള്ള പാനൊക്കെ ആണെങ്കിൽ 1/4 മണിക്കൂർ കൊണ്ട് 45 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ റെഡിയായി കിട്ടും. എന്നാലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എടുക്കുക, കറക്റ്റ് അങ്ങോട്ട് കുക്കായിട്ടുണ്ടോയെന്ന്. കാരണം നേരിട്ട് നമ്മൾ എഗ് മിക്സ് മാത്രമല്ല ബേക്ക് ചെയ്തെടുക്കുന്നത്, ലെയറായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒന്ന് കുക്കിംഗ് ടൈം ഇത്തിരി ആവും. അപ്പോൾ കുത്തി നോക്കി കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മാത്രം ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ ഇത് ഒന്നായിട്ട് മാത്രം നമ്മളിപ്പോൾ ഒറ്റൊരു പാനിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. ഈ ഒരു മിക്സ് 2 പാനിലാക്കിയിട്ട് അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. ബേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 പ്രാവശ്യമാക്കിയിട്ട് ബേക്ക് ചെയ്യാം. അപ്പം പെട്ടെന്ന് തന്നെ ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ കുക്കായി വരും. അപ്പോൾ കണ്ടല്ലോ, ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക. ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം. താങ്ക് യു.